നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ മോശം കാര്യങ്ങളും ചിലപ്പോൾ നെഗറ്റീവായി നമുക്ക് തോന്നാം. എന്നാൽ അതേ കാര്യങ്ങൾ തന്നെ ലേറ്റർ നല്ലതായി മാറാം. എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് പങ്കുവെക്കാം. എൻ്റെ കയ്യിൽ ആക്സിസിൻ്റെ 3 ക്രെഡിറ്റ് കാർഡുകളാണ് ഉണ്ടായിരുന്നത്. ആക്സിസ് അറ്റ്ലസ്, ആക്സിസ് പ്രിവിലേജ്, ആക്സിസ് എയർടെൽ. എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആക്സിസ് പ്രിവിലേജ് ക്ലോസ് ചെയ്യണം, എന്നിട്ട് ആക്സിസിൻ്റെ ഹൊറൈസൺ അപ്ലൈ ചെയ്യണം. പ്രിവിലേജിൽ ഉണ്ടായിരുന്ന സ്പെൻഡുകൾ ഹൊറൈസണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഒടുവിൽ പ്രിവിലേജ് കാർഡിലെ റിവാർഡ് പോയിന്റ്സ് യൂസ് ചെയ്ത് ഞാനൊരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. ബാക്കിയുള്ള റിവാർഡ് പോയിന്റുകൾ അക്കോറിലേക്കും ട്രാൻസ്ഫർ ചെയ്തു. ശേഷം കാർഡ് ക്ലോസ് ചെയ്യാൻ ആക്സിസിന് ഒരു മെയിൽ അയച്ചു. അവരൊരു കൺഫർമേഷൻ മെയിൽ തിരിച്ചയച്ചു. ഞാനും കൺഫേം ചെയ്തു. ഒടുവിൽ അവർ മെയിൽ അയച്ചു, യുവർ കാർഡ് ഈസ് പെർമനൻ്റ്ലി ബ്ലോക്ക്ഡ്. ആപ്പ് ചെക്ക് ചെയ്തപ്പോൾ ആപ്പിൽ നിന്നും പ്രിവിലേജ് കാർഡ് റിമൂവ് ആയിരുന്നു. കുറച്ച് കഴിഞ്ഞ് ആക്സിസിൻ്റെ ആപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഹൊറൈസൺ എനിക്ക് പ്രീ അപ്രൂവ്ഡ് ആയി കിടപ്പുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ അപ്ലൈ ചെയ്തു. മിനിറ്റ്സിനുള്ളിൽ കാർഡ് എനിക്ക് അപ്രൂവൽ കിട്ടി. ഡിസ്പാച്ച് ചെയ്തു എന്ന മെസ്സേജും വന്നു. ഞാൻ സൂപ്പർ ഹാപ്പിയായി. കുറച്ച് കഴിഞ്ഞ് ആക്സിസിൻ്റെ ആപ്പ് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ അറ്റ്ലസിൻ്റെയും എയർടെലിൻ്റെയും കൂട്ടത്തിൽ ഹൊറൈസണും വന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്കും സന്തോഷമായി. അതിൽ തന്നെ അൺബിൽഡ് എമൗണ്ടായി കാർഡിൻ്റെ ഫീസായ 3000+ GST ഈടാക്കിയിട്ടുണ്ടായിരുന്നു. ദ വെരി നെക്സ്റ്റ് ഡേ ആക്സിസിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു. അവർ പറഞ്ഞത് കാർഡ് ഡിസ്പാച്ച് ആയിട്ടുണ്ട്, കാർഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടും, പക്ഷേ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. CID മൂസയിൽ തോക്ക് തരാൻ വെടിവെക്കരുത് എന്ന് പറഞ്ഞ അവസ്ഥ. അതിനവർ റീസൺ പറഞ്ഞത് പ്രിവിലേജിൻ്റെ ക്ലോഷർ കൺഫർമേഷൻ മെയിൽ വഴി കിട്ടിയിട്ടുണ്ട്, എന്നാൽ കസ്റ്റമർ കെയർ കോൾ ചെയ്ത് കൂടി അത് കൺഫേം ചെയ്യണമെന്നാണ്. ഹോണസ്റ്റ്ലി ഐ വാസ് വെരി ഡിസപ്പോയിൻറ്റഡ് ദാറ്റ് ഡേ. പിറ്റേ ദിവസം ഞാനൊരു സിനിമയ്ക്ക് പോയി. ഇന്റർവൽ സമയത്ത് ചുമ്മാ ട്വിറ്റർ ഓപ്പൺ ചെയ്തപ്പോഴാണ് ട്വിറ്ററിൽ കൂട്ടക്കരച്ചിൽ. അതായത് ആക്സിസിൽ നിന്ന് എല്ലാവരുടെയും പ്രിയപ്പെട്ട പാർട്ട്നേഴ്സായ അക്കോർ, മാരിയറ്റ്, ഖത്തർ എയർവേസ് എന്നിവർ റിമൂവ് ചെയ്തിരിക്കുന്നു. ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ഹൊറൈസൺ കാർഡ് കിട്ടിയാൽ അതിൽ കിട്ടുന്ന റിവാർഡ് പോയിന്റുകൾ അക്കോറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ്. എന്നാൽ ഈ ന്യൂസ് കണ്ടപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഈ കാർഡ് എനിക്ക് ആക്ടിവേറ്റ് ചെയ്യേണ്ടി വന്നില്ല, ഫീസും കൊടുക്കേണ്ടി വന്നില്ല. മേ ബി ഞാൻ കാർഡ് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ന്യൂസ് പുറത്ത് വന്നിരുന്നെങ്കിൽ ഈ കാർഡ് എനിക്കൊരു ബാധ്യതയായി മാറിയേനെ. അതായത് നമുക്ക് മോശമായി തോന്നുന്ന കാര്യങ്ങളെല്ലാം നെഗറ്റീവ് അല്ല, ചിലപ്പോൾ ലൈഫ് നമ്മളെ റോങ് ഡിസിഷനിൽ നിന്ന് സേവ് ചെയ്യുകയായിരിക്കും. ഈ കാര്യം ഇപ്പോൾ പറയാൻ കാരണം ഈ കാർഡിൻ്റെ ബില്ല് ജനറേറ്റ് ആയി എന്നൊരു മെസ്സേജ് ഇന്ന് എനിക്ക് വന്നു. ബിൽ എമൗണ്ട് 0 ആണ്. സോ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ ഫോളോ ചെയ്യുക. ഇറ്റ്സ് ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സിംപ്ലിഫൈഡ്.